ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില സെൻറ്റൻസസ് ആണ്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെൻറ്റൻസസ്. ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നെനിക്കറിയാം. എങ്ങനെ പറയാം ഇത് ഇംഗ്ലീഷിൽ? ഐ നോ വാട്ട് യു വാണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക. ഐ നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. വാട്ട് യു വാണ്ട്, എന്താണ് വേണ്ടതെന്ന്. വാട്ട് ഡു യു വാണ്ട് അല്ല പറയേണ്ടത്, വാട്ട് യു വാണ്ട്. ഐ നോ വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്ത് കഴിയും എന്നെനിക്കറിയാം. ഐ നോ വാട്ട് യു ക്യാൻ. നിങ്ങൾക്ക് അറിയുന്നത് നിങ്ങൾ സംസാരിക്കൂ. സ്പീക്ക് വാട്ട് യു നോ. സ്പീക്ക് വാട്ട് യു നോ. വാട്ട് യു നോ എന്നാൽ അറിയാവുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നത് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കൂ. ട്രൈ ടു സ്പീക്ക് വാട്ട് യു നോ. ട്രൈ ടു സ്പീക്ക് വാട്ട് യു നോ. ശ്രദ്ധിക്കുക, ട്രൈ ടു സ്പീക്ക്, സംസാരിക്കാൻ ശ്രമിക്കൂ എന്നാണ്. കഴിയുമെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കൂ. ട്രൈ ടു ഹെൽപ്പ് അതേഴ്സ് ഇഫ് യു ക്യാൻ. ഇഫ് യു ക്യാൻ എന്ന് പറഞ്ഞാൽ കഴിയുമെങ്കിൽ. ട്രൈ ടു ഹെൽപ്പ് അതേഴ്സ് എന്നാൽ മറ്റുള്ളവരെ സഹായിക്കാൻ ശ്രമിക്കൂ. ഇംഗ്ലീഷ് സംസാരിക്കൂ. സ്പീക്ക് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കൂ. ട്രൈ ടു സ്പീക്ക് ഇംഗ്ലീഷ്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കണം. യു ഷുഡ് ട്രൈ ടു സ്പീക്ക് ഇംഗ്ലീഷ്. ശ്രദ്ധിക്കുക, യു ഷുഡ് ട്രൈ ടു സ്പീക്ക് ഇംഗ്ലീഷ് എന്നാണ്. ഷുഡ് ഉപയോഗിച്ചു അവിടെ. ശ്രമിക്കണം എന്നാണ്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാവുമ്പോൾ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ പറയുന്നത് എന്താണെന്ന്, വാട്ട് യു ആർ സേയിങ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ സേയിങ്. നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തിനെ പറ്റിയാണെന്ന് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് യു ആർ ടോക്കിംഗ് എബൌട്ട്. ഐ ഡോണ്ട് നോ വാട്ട് യു ആർ ടോക്കിംഗ് എബൌട്ട്. വാട്ട് യു ആർ ടോക്കിംഗ് എബൌട്ട്, എന്തിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഐ നോ നത്തിങ് എബൌട്ട് ഇറ്റ്. ഐ നോ നത്തിങ്, എനിക്കൊന്നും അറിയില്ല എന്ന മീനിങ് ആണ്. എബൌട്ട് ഇറ്റ്, അതിനെപ്പറ്റി. ഐ നോ നത്തിങ് എബൌട്ട് ഇറ്റ്. അവൾക്ക് അതേപ്പറ്റി എല്ലാം അറിയാം. അവൾക്ക് അതേപ്പറ്റി എല്ലാം അറിയാം. ഇവിടെ അവൾ ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഷീ നോസ് എന്ന് ഉപയോഗിക്കണം. ഷീ നോസ് എവറിത്തിങ് എബൌട്ട് ഇറ്റ്. അതിനെപ്പറ്റി എല്ലാം എന്ന മീനിങ് ആണ് എവറിത്തിങ് എബൌട്ട് ഇറ്റ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഷീ നോസ് എവറിത്തിങ് എബൌട്ട് ഇറ്റ്. ഇനി വേറൊരു സെൻറ്റൻസ് നോക്കൂ. അവന് അതേപ്പറ്റി എന്തെങ്കിലും അറിയുമോ? ഇത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡസ് ഹി നോ എനിത്തിങ് എബൌട്ട് ഇറ്റ്? ഡസ് ഹി നോ എന്ന് ഉപയോഗിക്കാൻ കാരണം അതൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഡസ് എന്ന് സ്റ്റാർട്ട് ചെയ്തു. ഹി സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഡസ് എന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഡസ് ഹി നോ, അവന് അറിയുമോ? എനിത്തിങ് എബൌട്ട് ഇറ്റ്, അതിനെപ്പറ്റി എന്തെങ്കിലും. അതേപ്പറ്റി അവന് എന്താ അറിയുന്നതെന്ന് എനിക്കറിയില്ല. അതേപ്പറ്റി അവന് എന്താ അറിയുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല എന്നല്ലേ? അപ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ഹീ നോസ് എബൌട്ട് ഇറ്റ്. വാട്ട് ഹീ നോസ് എബൌട്ട് ഇറ്റ്, അവന് അതേപ്പറ്റി എന്താ അറിയുന്നതെന്ന്. ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. അപ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ഹീ നോസ് എബൌട്ട് ഇറ്റ്. ഞാൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു.
ഐ വാണ്ട് ടു ഗോ ദർ. എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു? നോക്കൂ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട്? അപ്പോൾ വൈ എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വൈ ഡു യു വാണ്ട് ടു ഗോ ദർ? വൈ ഡു യു വാണ്ട് ടു ഗോ ദർ? എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് എന്നോട് പറയൂ. എന്നോട് പറയൂ എന്നല്ലേ? അപ്പോൾ ടെൽ മീ വൈ യു വാണ്ട് ടു ഗോ ദർ. ടെൽ മീ വൈ യു വാണ്ട് ടു ഗോ ദർ. ശ്രദ്ധിക്കുക, വൈ യു വാണ്ട് ടു ഗോ ദർ എന്നാണ്, വൈ ഡു യു വാണ്ട് എന്നല്ല പറയേണ്ടത്. അടുത്ത സെൻറ്റൻസ്, സംസാരിക്കാൻ ശ്രമിക്കൂ. ട്രൈ ടു സ്പീക്ക്. എഴുതാൻ ശ്രമിക്കൂ. ട്രൈ ടു റൈറ്റ്. എനിക്ക് എഴുതാൻ ഇഷ്ടമില്ല. ഐ ഡോണ്ട് ലൈക്ക് ടു റൈറ്റ്. എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമില്ല. ഐ ഡോണ്ട് ലൈക്ക് ടു സ്പീക്ക്. നിങ്ങൾക്ക് സംസാരിക്കാൻ ഇഷ്ടമുണ്ടോ? നോക്കൂ, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് ഹെൽപ്പിംഗ് വേർബിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇഷ്ടമുണ്ടോ എന്നല്ലേ? ഡു യു ലൈക്ക് ടു സ്പീക്ക്? നിങ്ങൾക്ക് ഓടാൻ ഇഷ്ടമുണ്ടോ? ഡു യു ലൈക്ക് ടു റൺ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? വൈ ആർ യു റണ്ണിങ്? എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ പോകാറുള്ളത്? ഇതും ഒരു ക്വസ്റ്റ്യൻ തന്നെ. അവിടെ പോകാറുള്ളത് അത് ഒരു പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലുള്ള സെൻറ്റൻസ് ആണ്. അവിടെ പോകാറുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വൈ ഡു യു ഗോ ദർ? എനിക്ക് അവിടെ പോകാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനവിടെ പോകുന്നു. ഐ ഗോ ദർ ബിക്കോസ് ഐ ലൈക്ക് ടു ഗോ ദർ. ഐ ഗോ ദർ ബിക്കോസ് ഐ ലൈക്ക് ടു ഗോ ദർ. ഇവിടെ വരാൻ ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനിവിടെ വരുന്നു. ഐ കം ഹിയർ ബിക്കോസ് ഐ ലൈക്ക് ടു കം ഹിയർ. അവൻ എന്താ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്? വാട്ട് ഈസ് ഹി തിങ്കിങ് അബൌട്ട്? വാട്ട് ഈസ് ഹി തിങ്കിങ് അബൌട്ട്? എനിക്ക് അതേപ്പറ്റി ഒരു ഐഡിയയും ഇല്ല. ഐ ഹാവ് നോ ഐഡിയ അബൌട്ട് ഇറ്റ്. അവൻ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഹി ഹാസ് ഫേസ്ഡ് മെനി പ്രോബ്ലംസ്. പക്ഷേ അവൻ പിൻവാങ്ങിയില്ല. ബട്ട് ഹി ഡിഡ്ന്റ് ഗിവ് അപ്പ്. അവൻ അത് ഉപേക്ഷിച്ചില്ല, പിൻവാങ്ങിയില്ല, കീഴടങ്ങിയില്ല എന്നൊക്കെ പറയില്ലേ, പരാജയപ്പെട്ടില്ല. ബട്ട് ഹി ഡിഡ്ന്റ് ഗിവ് അപ്പ്. അവൻ അവൻ്റെ ലക്ഷ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. ഹി ഫോക്കസ്ഡ് ഓൺ ഹിസ് ടാർഗറ്റ്. അവൻ റിസൾട്ടിനെ പറ്റി ആശങ്കപ്പെട്ടില്ല. ഹി ഡിഡ്ന്റ് വറി അബൌട്ട് ദ റിസൾട്ട്. നിങ്ങൾ റിസൾട്ടിനെ പറ്റി വറി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കില്ല. ഇഫ് യു വറി അബൌട്ട് ദ റിസൾട്ട് യു വോണ്ട് സക്സീഡ്. യു വോണ്ട് സക്സീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിജയിക്കില്ല. ഇഫ് യു വറി അബൌട്ട് ദ റിസൾട്ട്, നിങ്ങൾ റിസൾട്ടിനെ പറ്റി ആശങ്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വിജയിക്കില്ല എന്നാണ് അതിൻ്റെ മീനിങ്. വിജയത്തിന് ആവശ്യം ഹാർഡ് വർക്കാണ്. സക്സസ് റിക്വയേഴ്സ് ഹാർഡ് വർക്ക്. വിജയത്തിന് ആവശ്യം ഡെഡിക്കേഷനാണ്. ഡെഡിക്കേഷൻ എന്നാൽ സമർപ്പണം. സക്സസ് റിക്വയേഴ്സ് ഡെഡിക്കേഷൻ. നിങ്ങൾ നന്നായി പരിശ്രമിക്കുന്ന ആളും സമർപ്പണബോധമുള്ള ആളും ഒക്കെ ആണെങ്കിൽ നിങ്ങൾ വിജയിക്കും. ഇഫ് യു ആർ ഹാർഡ് വർക്കിംഗ് ആൻഡ് ഡെഡിക്കേറ്റഡ് യു വിൽ സക്സീഡ്. ഇഫ് യു ആർ ഹാർഡ് വർക്കിംഗ് ആൻഡ് ഡെഡിക്കേറ്റഡ് യു വിൽ സക്സീഡ്. ആർക്കും നിങ്ങളെ തടഞ്ഞു നിർത്താൻ ആവില്ല. നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു. നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു.